ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എസ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായിട്ടുണ്ടായിരുന്ന PSC ഉദ്യോഗാർത്ഥികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മാർച്ച് 2-ാം തീയതി വന്നിട്ടുണ്ടായിരുന്ന PSCയുടെ യോഗ തീരുമാനത്തിലൂടെ തന്നെ PSC എഴുതാനുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ പ്രായപരിധി എന്ന് പറയുന്നത് 40 വയസ്സിലേക്ക് എന്ത് ചെയ്യുന്നത് ഉയർത്തുന്ന ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, വിവിധ തസ്തികൾക്ക് വിവിധ പ്രായപരിധിയാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് സേനകൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ആയിരുന്നില്ല ഈ പറയുന്ന മറ്റു പരീക്ഷകൾക്ക് എന്ത് ചെയ്യുന്ന അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് ഈ ടീച്ചർമാർക്കുള്ള പരീക്ഷകളുടെ പ്രായപരിധി എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഏകദേശം 40 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ടീച്ചർമാരുടെ പരീക്ഷകൾ എന്ത് ചെയ്യാൻ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ 18 മുതൽ 26 വയസ്സ് വരെയായിരുന്നു എന്ന് പറയുന്നത് സേനകളിലേക്ക് പ്രവേശിക്കാനുള്ള എന്ത് ചെയ്യുന്നത് ഏജ് ലിമിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ വർഷം ഈ പറയുന്ന മന്ത്രിസഭയുടെ യോഗ തീരുമാനത്തിലൂടെയും പിൽക്കാലത്ത് വന്നിട്ടുണ്ടായിരുന്ന PSCയുടെ ഒഫീഷ്യൽ അവരുടെ പ്രസിദ്ധീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എന്താണ്, ഈ പറയുന്ന പ്രായവർദ്ധന 4 വർഷത്തെ എന്താണ് ഒരു റിലാക്സേഷൻ കൂടി, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പ്രായപരിധി എന്ന് പറയുന്ന 4 വർഷം കൂടി എന്ത് ചെയ്തു ഉയർത്തിയ അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച ബന്ധപ്പെട്ട എന്ത് ചെയ്തു നോട്ടീസ് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട്. അതായത് ഈ പ്രായവർദ്ധനവെന്ന് പറയുന്നത് പോലീസ് അതേപോലെ തന്നെ സേനകൾ, പോലീസ് പ്രധാനമായിട്ടും പറയുന്നത് ഈ പറയുന്ന സേനകളാണ്. അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അതേപോലെ തന്നെ ഈ പറയുന്ന കോൺസ്റ്റബിൾ, വിവിധ ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള കോൺസ്റ്റബിൾ, അതേപോലെ തന്നെ ടീച്ചർ തസ്തികയിലേക്കുള്ളത്, അതേപോലെ KS എക്സാമിനേഷൻസ് അല്ലെ, ഈ പറയുന്ന സിവിൽ സർവീസിനോടൊപ്പം തന്നെ കിടപിടിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ് KS എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പരീക്ഷകൾക്ക് ഇത് ബാധകമാണോ എന്നുള്ളതാണ് അല്ലെ. അങ്ങനെ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ഈ വീഡിയോയിൽ ഇതാണ് ആദ്യം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതെന്ന് പറയുന്നത് മാർച്ച് മാസത്തില് 2-ാം തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന ഒരു നോട്ടീസാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും അവർ പറഞ്ഞു വെക്കുന്ന ഇത്രയാണ്: ഉയർന്ന പ്രായപരിധി 27/2/2026 മുതലുള്ള വിജ്ഞാപനങ്ങൾക്ക് ബാധകമാണെന്നുള്ളതായിരുന്നു. അതായത് 2025 നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നവർക്കല്ല എന്തെന്ന് പറയുന്നത് ഈ PSCയുടെ ഈ പ്രായവർദ്ധനവ് എന്ത് ചെയ്യുന്നത് ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഫെബ്രുവരി മാസം, ഈ പറയുന്ന ഈ കഴിഞ്ഞ മാർച്ച് മാസങ്ങൾക്ക് ശേഷം, അതായത് 27 എന്ന് പറയുന്നത് ഫെബ്രുവരി അവസാനത്തോടു കൂടി തന്നെയാണല്ലോ. ഈ മാർച്ച് മാസം കഴിഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്ന PSC നോട്ടിഫിക്കേഷൻസിലാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രായവർദ്ധന ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് പ്രാബല്യത്തിൽ വരിക എന്നുള്ളതാണ്. നോക്കി, PSC നിയമനങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധിയിൽ വരുത്തിയ 4 വർഷത്തെ വർദ്ധനവ് സർക്കാർ ഉത്തരവ് തീയതിയായി 27/2/2026 മുതൽ പുറപ്പെടുവിക്കുന്ന നിയമനങ്ങൾ നടത്തുന്ന എല്ലാ തസ്തികൾക്കും അത് വിശേഷ ചട്ടം വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഉയർന്ന പ്രായപരിധിയിൽ 4 വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ്. ഇതിനു പുറമെ പട്ടികജാതി പട്ടികവർഗ്ഗങ്ങളിലും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രായപരിധിയിൽ യഥാക്രമം 5 വർഷത്തെയും 3 വർഷത്തെയും ഇളവ് ലഭിക്കുന്നതാണ്. 28/2/2026 പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങൾക്ക് ഇത് ബാധകമാക്കിക്കൊണ്ട് തിരുത്തൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന അന്നത്തെ പ്രസിദ്ധീകരണം വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് മറ്റൊരു പത്ര കട്ടിംഗ് ആണ്. ഇതിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന പോലീസ്, അതേപോലെ തന്നെ KS, അതേപോലെ അധ്യാപക തസ്തികയിലേക്ക് എന്നുള്ള പ്രായവർദ്ധക ബാധകമാണോ അല്ലയോ എന്നുള്ളത് അല്ലെ. നമുക്ക് നോക്കാം. ഉയർന്ന പ്രായപരിധി 4 വർഷം വർദ്ധിപ്പിച്ചാൽ ഫെബ്രുവരി 27 മുതൽ പുറത്തിറങ്ങുന്ന PSC വിജ്ഞാപനങ്ങൾക്ക് ബാധകമാകും. PSC വഴി നേരിട്ട് നിയമനം നടത്തുന്ന എല്ലാ തസ്തികകളിലും അതായത് വിശേഷ ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്ത ഉയർന്ന പ്രായപരിധി 4 വർഷത്തെ വർദ്ധന ബാധകമായിരിക്കും. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് ഉയർന്ന പ്രായപരിധി 5 വർഷത്തെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് 3 വർഷത്തെയും ഇളവാണ് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. പരിശീലനം ആവശ്യമുള്ള സേനാ വിഭാഗങ്ങളിലേക്കുള്ള തസ്തികകളിലും പ്രായപരിധി വർധനവ് ബാധകമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന സേനാ വിഭാഗങ്ങളായിട്ടുണ്ടായിരുന്ന പോലീസ് ആയിക്കോട്ടെ, മറ്റ് ഫയർ റെസ്ക്യൂ ഓഫീസർ ആയിക്കോട്ടെ അല്ലെ, IRB പോലീസ് കോൺസ്റ്റബിൾ ആയിക്കോട്ടെ, അതേപോലെ തസ്തികൾക്ക് എന്ത് തന്നെയാണ് ഈ പറയുന്ന പ്രായവർദ്ധനവ് ബാധകമായിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കിയേ, ആവശ്യമായ സേനാ വിഭാഗങ്ങൾക്ക് പ്രായപരിധി വിവിധ വർദ്ധനവ് ബാധകമാണ്. പോലീസ് കോൺസ്റ്റബിൾ, വനിതാ കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ ബാൻഡ്, അതേപോലെ ബാഗ്ലർ, ഡ്രമ്മർ, IRB പോലീസ് കോൺസ്റ്റബിൾ, ഫയർ ആംഡ് റെസ്ക്യൂ ഓഫീസർ ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി തൊട്ട് മുമ്പ് 18 മുതൽ 26 വയസ്സ് വരെ ആയിരുന്നു എന്നുള്ളതാണ് അല്ലെ. എന്നാൽ 4 വർഷത്തെ വർധനവ് ബാധകമാകുമ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പൊതുവിഭാഗക്കാരുടെ പ്രായപരിധി എന്ന് പറയാൻ എന്തായിട്ട് ഉയരും? 26 എന്നുള്ളത് 4 വർഷം അധികം കിട്ടുമ്പോൾ അത് 30 വയസ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു നല്ല ശതമാനം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന PSCകൾക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. നല്ല ശതമാനം ആളുകൾ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് PSCയിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ.
ഓക്കെ. അപ്പൊ ഈ പറയുന്ന പ്രായപരിധി ഉയർത്തുന്നത് ഏകദേശം 15 ലക്ഷത്തോളം വരുന്ന ആളുകളെ കാണാൻ ചെയ്യുന്നത് വീണ്ടും ഒരു അവസരം കൂടി ലഭിക്കുന്നത് എന്നുള്ളതാണ്. കാരണം പ്രായപരിധി കഴിഞ്ഞ് ഇനിയൊരു അവസരം ഇല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കാണ് എന്ത് ചെയ്യുന്നത്, അവർ മുന്നിലേക്ക് പുതിയൊരു അവസരം വീണ് കിട്ടുന്നത് എന്നുള്ളത് മാത്രമാണ്. നോക്കിയേ, ഈ പറയുന്ന 18 മുതൽ 30 വയസ്സ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ജനറൽ കാറ്റഗറിക്കാണ് എന്ത് ചെയ്യുന്നത് ഉയരുന്നത്. കടേ ഓക്കെ, എന്താണ് ജനറൽ കാറ്റഗറിക്കാണ് എന്ത് ചെയ്യുന്നത് 18 മുതൽ 30 വയസ്സിലേക്ക് എന്ത് ചെയ്യുന്നത് പ്രായപരിധി ഉയരുന്നത് എന്നുള്ളതാണ്. കാരണം 26 ആയിരുന്നു, അത് എന്തിലേക്ക് മാറുന്നു, 30 വയസ്സിലേക്ക് മാറുന്നു. എന്നാൽ ഈ പറയുന്ന OBC വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് എന്തായിട്ടാണ് മാറുന്നത്, ഈ 18 മുതൽ 33 വയസ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രായപരിധി ഉയരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ SC ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അല്ലെ, SC ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരുടെ പ്രായപരിധി 18 നിന്നും 35 ഉയരും എന്നുള്ളതാണ് എന്ത് ചെയ്യുക, ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞതിന്റെ സാരാംശം എന്ന് എന്ത് ചെയ്യുന്നത് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. ജയില്, എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ, വനം വന്യജീവി വകുപ്പ്, അതായത് നമ്മുടെ ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലുള്ള തസ്തികൾ, സിവിൽ എക്സൈസ് ഓഫീസർ പോലെ തസ്തികൾ, അതേപോലെ തന്നെ എന്താണ് ജയിൽ വകുപ്പ്, ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പോലെ തസ്തികളിൽ അല്ലെ, ഈ പറയുന്ന തസ്തികളെല്ലാം തന്നെ ഈ പറയുന്ന 4 വർഷത്തെ വർധനവ് എന്താണ് ബാധകമാണ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനിയുള്ള സംശയങ്ങൾ എന്ത് ചെയ്യേണ്ട, നമുക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഇനി എന്താണ് വെക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ LPST, UPST, HSST അധ്യാപക തസ്തികയിലെ നിലവിലെ പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ് അല്ലെ. ഈ പറഞ്ഞ HST ആയിക്കോട്ടെ അല്ലെ, LPST അല്ലെ, LPST ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈ പറയുന്ന UPST ആയിക്കോട്ടെ, അതേപോലെ തന്നെ HSST അല്ലെ, HST ആയിക്കോട്ടെ, ഹൈസ്കൂൾ അധ്യാപകരായിക്കോട്ടെ, അവരുടെ എല്ലാം തന്നെ പ്രായപരിധി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു, ഈ പറയുന്ന 18 മുതൽ 40 വയസ്സ് വരെ ആയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ 4 വർഷത്തെ എന്താണ് വർധന വരുന്നതോടുകൂടി തന്നെ, അതായത് ഒരുപാട് പേർക്ക് സംശയമാണ് ഈ പറയുന്ന 4 വർഷത്തെ വർധനവ് എന്ന് പറയുന്നത്, ഈ 40 വയസ്സ് ഓൾറെഡി ഉണ്ടല്ലോ, ഇനി 44 ഉയരാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയം ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നത്. അത് സംശയം മാത്രമല്ല, അത് ഉള്ളതാണ്. 44 എന്താണ് അതും ഉയരും എന്നുള്ളത് മാത്രമാണ്. ഓക്കെ അല്ലേ. അതേപോലെ തന്നെ SSST കോളേജ് അധ്യാപക നിയമനങ്ങൾക്കും 4 വർഷത്തെ എന്താണ് ഈ പറയുന്ന വർധനവ് ബാധകമാവും എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഈ പറയുന്ന പ്രത്യേക പ്രായപരിധി വർധനവ് ബാധകമായിരിക്കുന്ന പോലീസ് അധ്യാപക നിയമനങ്ങൾക്ക് ഉയർന്ന പ്രായപരിധി 4 വർഷത്തെ ഇളവ് ബാധകമായ സാഹചര്യത്തിൽ അതേപോലെ തന്നെ KAS എക്സാമിനേഷൻ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഇതേ പ്രായവർധനവ് എന്താവും ബാധകമാകും. അതായത് PSC നടത്തുന്ന പരീക്ഷയാണോ, ഓക്കെ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾക്കാണെങ്കിൽ അതിന് എന്ത് ബാധകമാണ്, ഈ 4 വർഷത്തെ പ്രായവർധനവ് ബാധകമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഏറെക്കുറെ ഈ പറഞ്ഞ വീഡിയോ കാണുന്ന ഏറെക്കുറെ എല്ലാവർക്കും തന്നെ ഇതിനെപ്പറ്റി നല്ലൊരു ബോധ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇത് പ്രധാനമായിട്ട് നിങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് എന്താ, ആരിലേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വർധനവിനെ പറ്റിയിട്ട് ഇപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്ന, ഇപ്പോഴും അതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ചുറ്റിനും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കും അറിയാമായിരിക്കും അല്ലെ. അപ്പൊ അവരിലേക്ക് എന്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇപ്പോഴും നിങ്ങളുടെ എന്താണ് ചാൻസ് ഒന്നും തന്നെ പോയിട്ടില്ല. ഓക്കെ, ഈ പറയുന്ന നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ എന്താണ് ഇനിയുമുണ്ട്. ഈ പറയുന്ന സർക്കാർ മറ്റു കാര്യങ്ങളൊക്കെ മാറി വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരു കുറച്ച് വർഷങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്ന 5 വർഷങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന പ്രതീക്ഷകളെല്ലാം തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പൂവണിയട്ടെ എന്നുള്ളതാണ് എന്ത് ചെയ്യുക നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. കാരണം നിയമനമില്ലാത്ത തസ്തികകളിലേക്ക് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നിയമന ഒഴിവുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിയമനം നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക. അതേപോലെ തന്നെ പോലീസിലേക്ക് മറ്റ് സേനാ വിഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിലുള്ള നിയമനങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്ന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, വിഷമങ്ങൾ പൊതുവെ പങ്കുവയ്ക്കാറുണ്ട്, വീഡിയോയുടെ താഴേക്ക് വന്ന് പങ്കുവയ്ക്കാറുണ്ട്. അപ്പം നമുക്ക് ഇനി വരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു നിയമനങ്ങളൊക്കെ ആ വിഭാഗങ്ങളിലേക്ക് നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. ഒക്കെ ഓക്കെ, സെറ്റാണല്ലോ. ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾ, അതായത് നമ്മുടെ യൂണിഫോം തസ്തികയിലേക്കുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ സല്യൂട്ട് എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രധാനമായിട്ട് ഈ ബാച്ച് എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ടു യൂണിഫോം ജോബ്സ്. ഓക്കെ, അതായത് ഈ പറയുന്ന യൂണിഫോം തസ്തികകളിലേക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഒരു ബാച്ചാണ് സല്യൂട്ട് എന്ന് പറയുന്നത്. ഇത് സിവിൽ പോലീസ് ഓഫീസറും അതേപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഫയർ റെസ്ക്യൂ ഓഫീസറും വുമൺ ഫയർ റെസ്ക്യൂ ഓഫീസറും എല്ലാം തന്നെ എന്ത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ യൂണിഫോം തസ്തികയിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന കോഴ്സുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്, എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ക്രൈറ്റീരിയ, ഇപ്പറയും ക്ലാസ്സുകൾ എങ്ങനെയാണ് പോകുന്നത് പറ്റി എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെയൊക്കെ സംശയങ്ങളൊക്കെ മറ്റും മാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പം ഒരുപാട് പേർക്ക് ഈ പറയുന്ന രീതിയിൽ സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ അത് കമന്റായിട്ട് അറിയിക്കാൻ എന്ത് ചെയ്യുക ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.